നിലവിൽ നമ്മളെ ഈ ഫുട്ബോളിൽ കുറെ തരം പ്ലേയിങ് ഇവന്റ്സ് അതേപോലെ മാച്ചൊക്കെ ഉണ്ട് ഗൈസ്. അതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിരിക്കണതാണ് ഈ ഫുട്ബോൾ ലീഗ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നല്ല സ്കോഡ് വെച്ച് നമുക്ക് ഡിവിഷൻ 1 പുഷ് ചെയ്ത് ഡിവിഷൻ 1 അടിക്കണം. അപ്പോൾ ബാക്കിയുള്ള ഇവന്റ് മാച്ച് എന്നൊക്കെ എന്ത് തരം വ്യത്യസ്തമാണ് ഈ ഫുട്ബോൾ ലീഗിലുള്ളതെന്നാണ് ഞാൻ പറയാൻ പോണത്. 5 പോയിന്റ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ 5 പോയിന്റ് നിങ്ങൾ സ്കോഡിലും അതേപോലെ നിങ്ങളെ ഗെയിം പ്ലേയിലും ചേഞ്ച് വരുത്തിയാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഡിവിഷൻ 1 അടിക്കാൻ പറ്റുന്നതായിരിക്കും ഗൈസ്. ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് പ്ലേയിങ് സ്റ്റൈലാണ് ഗൈസ്. പലതരം പ്ലേയിങ് സ്റ്റൈലാണ് നമ്മൾ ഈ ഫുട്ബോളിലുണ്ട് ഗൈസ്. ഒന്നാമത്തെ നമ്മൾ ക്യുക്ക് കൗണ്ടർ, പിന്നെ LBC, അതേപോലെ പൊസിഷൻ, ലോങ് ബോൾ, അങ്ങനെ 5-6 പ്ലേയിങ് സ്റ്റൈൽ നമ്മളെ ഗെയിമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് പ്ലേയിങ് സ്റ്റൈലായിട്ട് നമുക്ക് ഡിഫറൻറ്റ് വരുന്നത് ചോദിച്ചാൽ ഗൈസ്, നമ്മുടെ ഈ ഫുട്ബോൾ ലീഗിൽ നമ്മളെ റാങ്കിങ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടറിയാം എല്ലാവരും ലോങ് ബോൾ കൗണ്ടറാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ച് നിങ്ങൾ ലോങ് ബോൾ കൗണ്ടർ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ പൊസിഷൻ കീപ്പ് ചെയ്ത് കളിക്കണ ഒരു പ്ലേയിങ് സ്റ്റൈലായിരിക്കും, അല്ലെങ്കിൽ ക്യുക്കായി പാസ് ചെയ്തൊരു കൗണ്ടർ പോണ രീതിയിലാണ് നിങ്ങളുടെ പ്ലേയിങ് സ്റ്റൈൽ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഫോണ്ട് ചെയ്യുക, എന്നിട്ട് അതിന് പറ്റിയൊരു പ്ലേയിങ് സ്റ്റൈൽ നിങ്ങൾ കണ്ടെത്തി അതിന് പറ്റിയൊരു കോച്ചിനെ നിങ്ങൾ വാങ്ങുക ഗൈസ്. അപ്പോൾ ഫസ്റ്റ് പറയാനുള്ളത്, നിങ്ങൾ ഫ്രണ്ട്ലി മാച്ചൊക്കെ കളിച്ചിട്ട് അപ്പോൾ 1-2 മാച്ചൊന്നും നമുക്ക് റിസൾട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ കുറേ ട്രൈ ചെയ്ത് നോക്കുക, പൊസിഷൻ ട്രൈ ചെയ്യുക, അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലേയിങ് സ്റ്റൈലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ചുകൂടി ലോങ് ആയി വിട്ടുനിന്ന് കളിക്കുന്ന രീതി വെച്ച് നിങ്ങൾ ലോങ് ബോൾ കൗണ്ടർ ചൂസ് ചെയ്യണമായിരിക്കും നല്ലത്. എല്ലാവരും ലോങ് ബോൾ കൗണ്ടർ ചൂസ് ചെയ്യണത്. എനിക്ക് പേഴ്സണലി ആയിട്ട് ഞാൻ പൊസിഷൻ ഗെയിമാണ് ചൂസ് ചെയ്യാറ്. കാരണം എനിക്ക് പൊസിഷൻ ഗെയിമിങ് ശരിയാവുക, അതേപോലെ കളിക്കനുസരിച്ച് ഒരു പ്ലേയിങ് സ്റ്റൈൽ കണ്ടെത്തുക ഗൈസ്. അതാണ് ഫസ്റ്റത്തെ പോയിന്റ് പറയാനുള്ളത്. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞാൽ മാനേജറാണ്. മാനേജർ പറയുമ്പോൾ നമ്മൾ പലതരം മാനേജർ നമുക്ക് ഗെയിമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഓരോ പ്ലേയിങ് സ്റ്റൈലിനെ പറ്റിയ മാനേജേഴ്സും ഉണ്ട്. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന മാനേജർ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ അതുകൊണ്ട് തന്നെ പോവുക. അല്ല നിങ്ങൾക്ക് ആ മാനേജർ വല്ല കുറവുണ്ടെങ്കിൽ നിങ്ങൾ റിവ്യൂസൊക്കെ കണ്ടു നോക്കിയിട്ട് എടുക്കുക ഗൈസ്. പിന്നെ ഇത് മാത്രമല്ല, നിങ്ങളെ പേഴ്സണൽ ചോയ്സാണ് നിങ്ങൾക്ക് ഏത് പ്ലേയിങ് സ്റ്റൈൽ കളിക്കണം, അതേപോലെ ഏത് കോച്ചിനെ വാങ്ങണം എന്നൊക്കെ. അതുകൂടി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കോച്ചിനെ വാങ്ങാം. കോച്ചും അതേപോലെ നമ്മളെ പ്ലേയിങ് സ്റ്റൈലുമാണ് 2 പോയിന്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ് ഗൈസ്. നിങ്ങൾക്ക് നമ്മുടെ ഈ ഫുട്ബോൾ ലീഗിൻ്റെ റാങ്കിങ്ങിൽ പോയി നോക്കിയാൽ എല്ലാം ലോങ് ബോൾ കൗണ്ടറാണ് യൂസ് ചെയ്യാറ്. അതിന് അർത്തേറ്റ എന്ന് പറഞ്ഞ കോച്ച്, ആർസണലിലത്തെ കോച്ചിനാണ് എല്ലാവരും യൂസ് ചെയ്യാറ്. അതേപോലെ ഇൻസാഗി നല്ല കോച്ചാണ്. ഇൻസാഗി പോയി കഴിഞ്ഞ് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് 500 കോയിന് കിട്ടുന്ന ഒരു കോച്ചാണ് ഗ്യാസ്പെrini. അത് ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കോച്ച്. ലോങ് ബോൾ കൗണ്ടറും അതേപോലെ ക്യുക്ക് കൗണ്ടറും കളിക്കാൻ പറ്റണ നല്ല രീതിക്ക് ഡിഫൻസ് കിട്ടുന്ന ഒരു കോച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പ്ലേയിങ് സ്റ്റൈൽ അതാ വെച്ചാൽ നിങ്ങൾ ആ കോച്ചിൽ നിന്ന് എടുത്ത് ട്രൈ ചെയ്യുക ഗൈസ്. അത്യാവശ്യം നല്ലൊരു കോച്ചാണ്. അപ്പോൾ അടുത്ത പറയാനുള്ള മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞാൽ, നിങ്ങളുടെ പ്ലേയിങ് സ്റ്റൈൽ അതേപോലെ നിങ്ങളുടെ കോച്ചിനനുസരിച്ച് ഒരു ഫോർമേഷൻ നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ കുറേ ട്രൈ ചെയ്താലേ ഫോർമേഷനൊക്കെ കിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ ആ ഫോർമേഷൻ വെച്ചിട്ട് കളിക്കാൻ ശ്രമിക്കുക. നല്ലൊരു ഫോർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്തിടും, അതേപോലെ ഡിഫൻസും അറ്റാക്കും കിട്ടുന്ന പോലെ ഒരു ഫോർമേഷൻ നിങ്ങൾ കണ്ടെത്തുക ഗൈസ്. ഞാൻ പ്രിഫർ ചെയ്യുന്ന ഫോർമേഷൻ 2 CB അതേപോലെ ഒരു RB ഒരു LB ഉള്ള ഫോർമേഷൻ എന്തായാലും ചൂസ് ചെയ്യുക. അതാകുമ്പോൾ നിങ്ങൾ ഡിഫൻസ് ഒന്നും കൂടി ശക്തപ്പെട്ടിരിക്കും. 1 അല്ലെങ്കിൽ 2 ഒരു DMFകൾ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ഒരു ആങ്കർമാനോ അല്ലെങ്കിൽ ഒരു ആങ്കർമാനും ഒരു ഓർക്കസ്ട്രേറ്ററൊക്കെ ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അറ്റാക്കിങ്ങൾ ഓരോ പേഴ്സണൽ ചോയ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റണ പോലെ അറ്റാക്കിങ്ങൾ ശരിയാക്കിയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നാലാമത് പറയാനുള്ള പോയിന്റ് പറഞ്ഞാൽ, നല്ല വൈഫൈ അതേപോലെ നല്ല നെറ്റ്വർക്ക് കണക്ഷനിലോട് നിന്ന് കളിക്കുക ഗൈസ്. അതായിരിക്കും ബെറ്റർ. കാരണം നമ്മളെ റേഞ്ച് പോയി നമ്മൾ കളി നോക്കേണ്ട അവസ്ഥയൊക്കെ വരാറുണ്ട്. പല ടൈമിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് റേഞ്ച് പോയാൽ തന്നെ നമ്മളെ കളി ബാക്കടിഞ്ഞ് പോകണമായിരിക്കും. അപ്പോൾ റേഞ്ചുള്ള സ്ഥലത്ത് കളിക്കുക. അതേപോലെ നമ്മളെ ഡിവൈസിന് പറ്റിയ ഗ്രാഫിക്സ് ഇട്ടാൽ മതി. ഓവർ ഗ്രാഫിക്സ് ഒന്നും ഇട്ട് കളിക്കാതിരിക്കുക, അതായിരിക്കും ബെറ്റർ. ഓവർ ഗ്രാഫിക്സ് ഇട്ട് പിന്നെ ലാഗ് അടിപ്പിച്ച് കളിക്കണേക്കാളും നല്ലത്. ഗെയിം തന്നെ വലിയൊരു ഗെയിമാണ്. 3GB ഒക്കെ സൈസ് വരുന്നുണ്ട്, അതിലും സൈസ് കൂടുന്നുണ്ട്. അപ്പോൾ ഓവറായിട്ട് ഫോണിന് സ്ട്രെസ് കൊടുക്കാതിരിക്കുക ആണ് നമുക്ക് നാലാമത്തെ പോയിന്റ് പറയാനുള്ളത്. നല്ല വൈഫൈ കണക്ഷനും അതേപോലെ നല്ല ഗ്രാഫിക്സ് നല്ല ഡിവൈസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല മാച്ചൊക്കെ വിൻ ചെയ്യാൻ പറ്റണമായിരിക്കും ഗൈസ്. അപ്പോൾ അടുത്ത് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ഒരു പോയിൻ്റാണ്. എല്ലാവരും ഗെയിമിലേക്ക് ക്യാഷ് ഇറക്കി കളിക്കണം എന്നില്ല. അപ്പോൾ ഫ്രീ ടു പ്ലേ പ്ലേയേഴ്സും കളിക്കും. പക്ഷേ നമ്മളെ ഒരു സ്കോഡിനേക്കാൾ ഇരട്ടി സ്ട്രെങ്ത് ഉള്ളതായിരിക്കും നമ്മൾ ഓപ്പോണൻറ്റ് വരിക. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം കൊണ്ടിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ഡിഫൻസ് അതേപോലെ അറ്റാക്കൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതായി പോകലുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ചും ഫ്രീ ടു പ്ലേ പ്ലേയേഴ്സ് ആണെങ്കിൽ അതാണ് ഗൈസ് എല്ലാവർക്കും ഡിവിഷൻ 1 എന്നുള്ളൊരു സംഭവം അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ എല്ലാവരും പൈസ ഇറക്കി കളിക്കണ പോലെ നമുക്കും അങ്ങനെ കളിക്കാൻ പറ്റില്ല. അത് ഞാൻ നിങ്ങളിത് പറയൂല. പൈസ ഇറക്കി നമ്മൾ ഗെയിമിലേക്ക് കളിക്കാതിരിക്കണമായിരിക്കും ബെറ്റർ ചോയ്സ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള OP പ്ലേയേഴ്സിനെ തോൽപ്പിക്കാൻ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ ഗൈസ്. നല്ല പെർഫോമൻസ് തരുന്ന കാർഡുകളെ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. നല്ല പെർഫോമൻസ് അതേപോലെ അൺവേരിങ് ഫോമൊക്കെ വരുന്ന എപ്പിക് ലെവൽ പെർഫോമൻസ് വരുന്ന കാർഡ് നിങ്ങൾ യൂസ് ചെയ്യുക. ചില സമയത്തൊക്കെ എപ്പിക്കിനേക്കാളും പെർഫോമൻസ് ഹൈലൈറ്റ് കാർഡൊക്കെ തരും. അപ്പോൾ അത്യാവശ്യം പെർഫോമൻസ് തരുന്ന കാർഡുകളെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള 5 പോയിന്റ് ഗൈസ്. 5 പോയിന്റ് ശ്രദ്ധിച്ച് ഞങ്ങൾക്ക് ഡിവിഷൻ 1 എന്നുള്ളൊരു
ഇത് അച്ചീവ് ചെയ്യാൻ പറ്റണമായിരിക്കും ഗൈസ്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുള്ളായ സബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഈ ഫുട്ബോൾ യൂസേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഗൈസ്. പിന്നെ ഗൈസ് നമ്മളെ സി ബിയിൽ നമ്മൾ ഏതൊക്കെ പ്ലേ സ്റ്റൈലാണ് ഉപയോഗിക്കേണ്ടത്, അതേപോലെ നമ്മളെ ബെസ്റ്റ് കോംബോ സി ബി ഏതൊക്കെയാണെന്നൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാനായിരിക്കും. എല്ലാവരും പോയി ഒന്ന് കണ്ടോക്കുക ഗൈസ്. അപ്പോൾ ഗൈസ് ബൈ.